വെടിയുണ്ട തീർന്നു പോയി. എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്? ആക്രമിക്ക. നമ്മുടെ ബോസ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതുവരെ ഇവന്മാരെ തടഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ ബോസ് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എടാ കിങ്കോങ് തലയാ, എന്തുവാടാ? എന്നെ പോലൊരു വലിയ ഡോണിനെ തക്കാളി ചെറിയെന്നുള്ളതാ നീ. എത്ര ഉള്ള കാര്യം, എന്തറിയാണെന്നുണ്ടെങ്കിലും ആളെന്തായാലും നോക്കിയോണോ അറിയാൻ. മനമാക്രി, നമ്മ ഇവിടെ വന്നത് കൊടുക്കാൻ വേണ്ടിയാ, അല്ലാതെ കൊള്ളാൻ വേണ്ടിയല്ല, മനസ്സിലായോ? ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സമയമാണ്. നമ്മളോട് ഏറ്റുമുട്ടുന്നത് പാടല്ല മച്ചാനെ, കഷ്ടപ്പാടാണ്. നീ ഇപ്പൊ ഈ തേങ്ങ മനഃപൂർവ്വം അല്ലടാ കൊണ്ടുവന്നത്. ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാം. അതുകൊണ്ട് അതിനെന്താ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, നീ ഇതെടുത്ത് എറിഞ്ഞോന്നേ. നിന്റെ കയ്യിലാണെങ്കിൽ എല്ലാത്തിനുമുള്ള സെറ്റ് പെൻഷൻ ഓൾറെഡി ഉണ്ടാവുമല്ലോ. സൊല്യൂഷനോ? എന്റെ മച്ചാൻ ഈ സൊല്യൂഷൻ എന്തുവാ? എടാ മണ്ട, നിനക്കപ്പൊ ഇംഗ്ലീഷ് അറിയില്ലേ? സെറ്റ് പെൻഷൻ, പരിഹാരം. എന്ത് പലഹാരോ? അതിന് നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. ഓ എടാ, പലഹാരമല്ല പരിഹാരം. എന്റെ മച്ചാനെ, നമ്മളിങ്ങനെ മീറ്റിംഗ് കൂടാനാണോ വന്നിരിക്കണേ? ആ തേങ്ങ എടുത്ത് എറിയാൻ നോക്കണേ. നിനക്കെന്താണോ ബുദ്ധിയില്ലേ? എടാ മരമാക്രി, ശത്രുക്കളെ ആരെങ്കിലും വേറെ കൊണ്ടറിയോ? തേങ്ങായ്ക്കറി, തേങ്ങായ്ക്കറി. എടാ ഈ പോത്ത് പോലിരിക്കുന്ന ഗുണ്ടകളെ നല്ല ഒന്നാന്തര പച്ചക്കറി വെച്ചെറിഞ്ഞിട്ട് എന്തോ പേര് കിട്ടാനാ? എല്ലാരും പിടിക്ക്, ഒരുത്തിനെ പോലും വെറുതെ വിടാൻ അനുവദിക്കരുത്. തൽക്കാലം നമ്മള് പോലീസിനെ കണ്ടിപ്പെടണ്ട, വേഗം ഇവിടുന്ന് ഓടിപ്പോവാം. ഓ ഒന്ന് പെട്ടെന്ന് വിടറാ, അവന്മാർ ദാ പുറകെ തന്നെ ഉണ്ട്. നമ്മ ഇത്ര വലിയ വണ്ടി വാങ്ങാൻ പാടില്ലായിരുന്നെന്നാ എനിക്ക് തോന്നുന്നേ. എന്റെ മച്ചാനെ, ഇത് സ്റ്റാറ്റസാ. ഈ വണ്ടി ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? പക്ഷെ ഇപ്പൊ എവിടെയൊന്ന് വിളിക്ക, നമ്മള് പിടിക്കപ്പെടില്ലേ? നമ്മളോട് ഏറ്റുമുട്ടുന്നത് പാടല്ല, കഷ്ടപ്പാടല്ലേ? ഇത്രയും വിലപിടിപ്പുള്ള കാർ നശിപ്പിച്ചില്ലേ, തന്നെ ഞങ്ങള് വെറുതെ വിടില്ലടോ. എടാ മര കഴുത, രക്ഷപ്പെടാൻ നോക്ക്, അല്ലെങ്കിലേ അയാള് നമ്മളെ വെറുതെ വിടില്ല. ഓടിക്കോടാ. ഇതിപ്പോ അമ്മ മക്കളെ തല്ലാൻ ഓടിക്കുന്നവരുണ്ടല്ലോ, പുറകിന്ന് മാറുന്നതേ ഇല്ല. നമ്മളോട് നിൽക്കാൻ പറഞ്ഞ കേട്ടില്ലേ? ഇവിടെ നിന്ന് അയാൾ നമ്മളെ അറസ്റ്റ് ചെയ്യില്ലേ? പത്ത് 12 വർഷമായി ഈ പോലീസ് ഞങ്ങളുടെ പുറകെ നടക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ഒരു രോമത്തെ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലായോ? മര്യാദക്ക് നിക്ക്, ഇന്ന് നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇപ്പൊ പെട്ടു. അവിടെ പോലീസും ഇപ്പുറത്തതാ വെള്ളവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വെള്ളത്തിലോട്ട് നേരെ അങ്ങെടുത്ത് ചാടാം. അയ്യോ, അങ്ങനെ ചാടാനൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ നീന്തൽ പോലും അറിയില്ല. നിനക്ക് നീന്താ അറിയില്ലെന്നുള്ള കാര്യം നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നമ്മുടെ ഗ്യാങ്ങിന് മാത്രമേ അറിയൂ. അതാ മണ്ടനെ പോലീസുകാരനെ അറിയില്ലല്ലോ. തൽക്കാലം നമുക്ക് വെള്ളത്തിലേക്ക് ചാടാന്നേ. എടാ കഴുതേ, ഡയലോഗ് അടിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയാ ഉറപ്പായി മുങ്ങിപ്പോവും.
നിങ്ങളെ കയറി വെച്ച് കെട്ടാ നോക്ക്. ഇവന്മാര് മൊത്തം കഴുതകളാ. വേഗം കയറ് കെട്ട്, എന്നിട്ട് അതീ പിടിച്ച് താഴോട്ട് ഇറങ്ങിക്കോ. നമ്മള് താഴേക്ക് ഇറങ്ങിയാലും വെള്ളത്തിൽ തന്നെയല്ലേ ചെല്ലുന്നത്. നമുക്ക് നീന്താനും അറിയില്ലല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ പിടിക്കില്ലേ? പിന്നെ നിനക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? നമ്മളെ പിടിക്കുന്നത് പാടല്ല, അത് കഷ്ടപ്പാട് തന്നെയാണ് മച്ചാനെ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലം നമുക്ക് സറണ്ടർ ആവാം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. പക്ഷെ ഇവിടെ എവിടെയും സിലിണ്ടർ കാണുന്നില്ലല്ലോ. ഓ, ഈ മരക്കഴുതിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. എടാ മണ്ട, സിലിണ്ടർ അല്ല സറണ്ടർ എന്ന് വെച്ച് അറസ്റ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കാൻ. അത് ശരി, എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. സംസാരിച്ചതൊക്കെ മതി, പറഞ്ഞത് കേക്ക്. വേഗം വേഗം ആകട്ടെ. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടാൽ തന്റെ ഈ എല്ലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സുറുമ ഉണ്ടാക്കി കണ്ണെടുത്ത് നോക്കിക്കോ. എന്റെ പൊന്നു മച്ചാനെ, നിനക്ക് ഭീഷണിപ്പെടുത്താൻ പോലും അറിയില്ലേ? എല്ലിന്റെ കളറ് വെളുപ്പല്ലേ, സുറുമയാണെങ്കിൽ കറുപ്പം. അപ്പൊ പിന്നെ എങ്ങനെ എല്ലു കൊണ്ട് സുറുമ ഉണ്ടാക്കുന്നേ? എടാ മരത്തലയാ, നിന്റെ തലയ്ക്കകത്തെന്താ ആൾ താമസമൊന്നും ഇല്ലേ? അതെന്തായാലും നമുക്ക് പണ്ടേ ഇല്ലല്ലോ. കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും ഭേദം ചെവി ചെമ്പരത്തി പൂ വെക്കുന്നതാ. ചെമ്പരത്തിയേക്കാൾ നല്ലത് റോസാപ്പൂ താമര ആയിരിക്കില്ലേ? എടാ, ബോധമില്ലാത്ത ഇവനോട് ഇതൊക്കെ പറഞ്ഞ് നമ്മളുടെ ബോധം എന്തിനാ നമ്മൾ കളയുന്നത്? മതി, നിർത്ത് നിർത്ത്. ഇതെന്താണ്, ചന്തയാണോ? ഞാൻ നിങ്ങളുടെ ബോസിന്റെ പേര് ചോദിച്ചിട്ട് ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിട്ടില്ല. ഞങ്ങളുടെ വാ തുറപ്പിക്കുന്നത് പാടല്ല, വളരെ വളരെ കഷ്ടപ്പാടാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ പാണ്ടിക്ക് വേറെ ഒരുപാട് വഴി അറിയാം. മാന്ത്രിക കണ്ണാടി നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അല്ല പണ്ട സാറേ, ഇവരൊക്കെ ആരാ? ഞങ്ങളുടെ ശരിക്കും കോപ്പിയാണല്ലോ. സെയിം ടു സെയിം. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളെ വിളിപ്പിച്ചത്. ഇത് ലല്ലൻ, പപ്പൻ, ചുട്ടൻ, ബബൻ, ഇവരെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഫോണിൽ വിശദമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവരെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ജയിലിലേക്ക് കൊണ്ടുപോയാൽ പോരെ? ജയിലിൽ കൊണ്ടുപോയാൽ ഇവരുടെ ഗ്യാങ്ങിലുള്ളവർ വന്ന് ഇവരെ മോചിപ്പിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? ഈ സമയം എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അതെ, തൽക്കാലം നിങ്ങൾ വേഷം മാറി ഇവരുടെ ഗ്യാങ്ങിൽ ചേരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ബോസിനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ. അത് നമ്മളുടെ നഗരത്തിന് വളരെ സുരക്ഷിതമാണ്. എന്നാ ഞങ്ങള് പെമ്പിള്ളേരുടെ വേഷത്തിൽ പോയാലോ? ഉറപ്പായിട്ടും പിടിക്കപ്പെടും. ഞങ്ങളുടെ ഗ്യാങ്ങിലെ പെമ്പിള്ളേരെ ഇല്ല. നിങ്ങൾ സായിപ്പന്മാരുടെ വേഷത്തിൽ പോന്നേ. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ളവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുഖഛായുള്ള പൂച്ചകൾക്കൊക്കെ ബുദ്ധി കൊടുക്കാൻ ദൈവം മറന്നുപോയെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? നമ്മൾ ഇവരുടെ കെറ്റപ്പിലേക്കാണ് ഇപ്പൊ മാറേണ്ടത്. അയ്യേ മണ്ടന്മാര്, ഞങ്ങളുടെ കയ്യിൽ ഒരു തരി കെറ്റപ്പ് പോലും ഇല്ല. ഈ ലല്ലൻ ഇംഗ്ലീഷിന്റെ ഒരു തുമ്പ് പോലും അറിയില്ല. എടെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപത്തിൽ മാറുകയാണ്. ഇപ്പൊ മനസ്സിലായോടാ കഴുതേ? എടാ, ഞങ്ങളോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ചുണ്ടോടിച്ചെടുത്തിട്ടേ ഇതേപോലുള്ള ചെരുപ്പുണ്ടാക്കി എടുക്കും ഞാൻ. എന്റെ ചേട്ടാ, നിങ്ങൾ മുൻകോപിയാണ്, ഭാവിയാണ്, വെറും ഒരു ഗോപിയാണ്. സത്യം പറഞ്ഞ നിങ്ങളൊരു ഗുണ്ടകളെയല്ല, അണ്ടയാണ്. അതായത് മുട്ട. അത് പൊട്ടിച്ച് ഞങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കും, പറഞ്ഞേക്കാം. എന്റെ ബണി, നീ എന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. ഒരേ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങളെ നിങ്ങളുടെ സ്ലാങ് വെച്ച് ഒരു പിടിക്കും, അത് ഉറപ്പാണ്. ഈ സ്ലാങ് നമ്മൾ പിടിച്ചോളാം മച്ചാനെ. നിങ്ങളുടെ രൂപവും ഭാവവും ഒക്കെ ഞങ്ങൾ അതേപോലെ കോപ്പി ചെയ്തോളാം. നിങ്ങളുടെ പാപത്തിന്റെ പെട്ടി നിറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങ് പൊട്ടിത്തെറിക്കും. അതിനുമ്പോ നിങ്ങളെ എല്ലും അങ്ങോട്ട് പൊട്ടും. ശരിയല്ലേ മച്ചാനെ? മച്ചാന്മാര് പിടിക്കപ്പെടുമെന്ന് ഉറപ്പാ. നിന്നെ കൊണ്ട് ജയിലിൽ അടിച്ചു വിളിക്കാം. ഒരുമിച്ചിരുന്ന് അരി ഉഴുന്ന് ഒക്കെ അരയ്ക്കാൻ പറ്റും. എന്താ, ശരിയല്ലേ? നിങ്ങൾ പിടിച്ച സ്ലാങ് കറക്റ്റ് ആണ്. ഇനി ഗെറ്റപ്പ് കൂടി ഒന്ന് ചെയ്താ മതി. ഹണി, ഒരു കാര്യം ഓർമ്മ വേണം. ഇവരുടെ ബോസ് പിടിക്കപ്പെടുന്നത് വരെ നമ്മുടെ ഈ സ്ലാങ് മാറാൻ പാടില്ല. എന്റെ മച്ചാനെ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ലെന്നേ. നമ്മക്ക് എല്ലാം മനസ്സിലായിന്ന്. ഇനി അവന്മാര് നമ്മുടെ പെർഫോമൻസ് കണ്ട് അന്താളിച്ച് അവാർഡ് തരും. നീ വേണമെങ്കിൽ നോക്കിക്കോ കൂമ്പാരി. ഇവന്മാരെ ഞാൻ പിടിച്ച കാര്യം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും അറിയില്ല. ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. വേഗമാകട്ടെ, ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് ഇവരുടെ താവളത്തിലെത്താൻ നോക്ക്. അതിനിപ്പോ നിങ്ങൾ എങ്ങനെ അവിടെ എത്തുക? ഞങ്ങളുടെ സ്ഥലം പറഞ്ഞാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ സ്ഥലം കേസരി നഗറിലുള്ള 20-ാം നമ്പർ ബംഗ്ലാവാണെന്ന് ഒരു കാരണവശാലും പറഞ്ഞു തരില്ല മച്ചാനെ. ബുദ്ധിയില്ലായ്മ ചിലപ്പോ സ്വയം വിനാശം വരുത്തി വെച്ചേക്കാം. പക്ഷേ മറ്റുള്ളവർക്ക് ചിലപ്പോ ഉപകാരപ്പെടാനും അത് സാധ്യതയുണ്ട്. സംശയമുണ്ടോ? അത് കലക്കി. നിങ്ങൾ വേഗം അങ്ങോട്ട് വെക്കോ. ഞാൻ ഇനി സ്റ്റേഷനിലോട്ടൊന്ന് ചെല്ലട്ടെ. ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ലോകത്തുള്ള എല്ലാ ഡോൺസും ഇന്ന് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടായേ പറ്റൂ.
ഇൻസ്പെക്ടർ പാണ്ട മുഴുവൻ ടീമുമായിട്ടല്ലേ ഇവിടുന്ന് പോയത്? എന്നിട്ട് വെറും കൈയോടെയാണോ മടങ്ങി വരുന്നത്? ഇനിയിപ്പോ തന്റെ കാര്യം എന്താവും പാണ്ട? അതെ സാറേ, ഞാൻ ആ താൻ തന്നെ, താൻ മാത്രമാണ്. ഇപ്പൊ തന്നെ 6 മാസമായി, എന്നിട്ടും തനിക്ക് ആ കൊച്ചി ടീമിനെ പിടിക്കാനായില്ല. എന്നിട്ടും തന്റെ എക്സ്ക്യൂസസിന് കുറവൊന്നുമില്ലല്ലോ. തന്നെ ഞാൻ കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യട്ടെ? നമസ്കാരം കമ്മീഷണർ സാറേ. നിങ്ങൾക്ക് സുഖമല്ലേ? അയ്യോ സേഠ്ജി, താങ്കളോ? രാം സിംഗ്, തന്റെ മോൾക്ക് സുഖമല്ലേ? സാറിന്റെ സഹായം കൊണ്ട് എന്റെ മോളുടെ കല്യാണം നടന്നു. സാറിന് നല്ല മനസ്സാണ്. സാറിന്റെ കരുണ കൊണ്ട് എന്റെ അമ്മയുടെ ചികിത്സ എല്ലാം നന്നായി നടന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാറ് കാരണമായി എന്റെ മോൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. നിങ്ങൾ ഈ നഗരത്തിലുള്ള സകലരെയും സഹായിക്കുന്ന ആളല്ലേ? നിങ്ങൾക്കെന്താ ഈ സ്റ്റേഷനിൽ കാര്യം? എന്റെ പേര് മുന്ന കഴിക്കും വെണ്ണ, എന്റെ സ്ഥലമാണ് ദൊപ്പെണ്ണ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വേണ്ട, മാന്യമായി സംസാരിക്കൂ. മാന്യമായി. തനിക്ക് ഈ മുന്ന സെട്ടിൽ അറിയില്ലേ? ഇദ്ദേഹം ഈ നഗരത്തിലെ ഒരു വലിയ മാന്യനാണ്. എല്ലാവരെയും ഒരുപാട് സഹായിക്കാറുണ്ട്. മാത്രമല്ല എന്റെ ഫ്രണ്ടുമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം. പറഞ്ഞോളൂ, എന്താണ് വേണ്ടത്? എനിക്ക് നല്ല ഹൈ ക്ലാസ് സെക്യൂരിറ്റി വേണം. എന്ത് ഹൈ ക്ലാസ് സെക്യൂരിറ്റിയോ? പാണ്ട, തനിക്കറിയില്ല, ഇദ്ദേഹം ഈ നഗരത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തിയാണ്. എന്താണ് വ്യക്തി എന്നാണ് പറഞ്ഞത്, വ്യക്തി. എന്റെ പേര് മുന്ന കഴിക്കും വെണ്ണ, എന്റെ സ്ഥലമാണ് ദൊപ്പെണ്ണ. അത് കലക്കി. എന്താ അലക്കണ്ടേ? രാവിലെ പോലീസ് സ്റ്റേഷനിൽ അലക്കി വെളുപ്പിച്ചതാണ് സാറേ. അയ്യോ, അലക്കിയെന്നല്ല കലക്കിയെന്നാ പറഞ്ഞത്. അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞതാ കലക്കിയെന്ന്. എന്നെ ആ ലല്ലൽ പപ്പൻ ഗ്യാങ് കൊള്ളയടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കേട്ടോ വേണ്ട, തനിക്കാണെങ്കിൽ ആ ഗാങ്ങിനെ പിടിക്കാൻ പറ്റുന്നില്ല. അവർ ഈ നാട്ടിലെ പ്രമുഖനായ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ താൻ ഇവിടെ ഇരുന്ന് കപ്പലണ്ടി കുറിക്കുകയാണോ? ഇല്ല സാർ, ഈ സീസണിൽ നല്ല കപ്പലിന്റെ ഒന്നും വരുന്നില്ല. സോറി സാർ. എടോ, കപ്പലണ്ടിയുടെ കാര്യം വിട്, എന്റെ കാര്യം ഒന്ന് ആലോചിക്ക്. അവരെന്നെ സൂപ്പാക്കാനുള്ള പരിപാടിയില്ല. നക്കൂല. അവര് നക്കൂല, കൊല്ലേ ഉള്ളൂ. എന്തായാലും നക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അയ്യോ, അങ്ങനെയല്ല, അത് നടക്കില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രാർത്ഥന കൂടെ ഉണ്ട്, ഒന്നുകൊണ്ടും പൊടിക്കില്ല. എന്റെ ദൈവം, ഇയാൾ എന്ത് പൊടിക്കുന്ന കാര്യം പറയുന്നേ? എനിക്ക് സെക്യൂരിറ്റി കിട്ടുവോ? അദ്ദേഹം ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവരെല്ലാവരും നമുക്ക് ഉടൻ തന്നെ പിടിക്കാം. അപ്പോ അവരെ ഇതുവരെ പിടിച്ചില്ലേ? പിടിക്കാൻ പോയതാ, പക്ഷേ ജിമ്മിനിക്കൊന്ന് പാളിപ്പോയി. പേടിക്കണ്ട, നമ്മുടെ ആളുകളെല്ലാം അവന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതെയോ? താങ്ക് യു, താങ്ക് യു. എന്റെ കുമ്പാരി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കണത്? ഞങ്ങളുടെ തലയിൽ എന്താ വല്ല കൊമ്പുണ്ടാ? എന്റെ മച്ചാനെ, പൂച്ചയുടെ തലയിൽ ഒരിക്കലും കൊമ്പുണ്ടാവില്ലെന്നേ. തലേ നമ്മുടെയാണ്, സമയവും നമ്മുടെയാണ്. അപ്പൊ പിന്നെ കൊമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് പ്രശ്നം? സംശയമുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. നിങ്ങളുടെ പുറകിൽ പോലീസ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് രക്ഷപ്പെട്ടത്? പറ. നമ്മളെ പിടിക്കുന്നത് പാടല്ല, അത് കഷ്ടപ്പാട് തന്നെയാണ് മച്ചാനെ. ഞങ്ങളൊരു ട്രക്കിൽ കയറി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഒരു കാറിൽ പോയതായിട്ടാണല്ലോ ഞാൻ കണ്ടത്. അത് തന്നെ നിങ്ങൾക്കല്ല ഞങ്ങൾ കാറിൽ പോയ കാര്യം അറിയുള്ളൂ. അതേ കാര്യം തന്നെ ഇൻസ്പെക്ടർ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ കാർ വിട്ടു, എന്നിട്ട് ട്രക്കിൽ കയറി സ്കൂട്ടായി. ഇവര് നമ്മുടെ ലല്ലനും പപ്പനും ചുട്ടനും പപ്പനും ഒക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. നീ സഖ്യല്ലേ? ദാ കണ്ടില്ലേ, നിന്റെ പേര് പോലും അവർക്കറിയാം. ഇനിയെങ്കിലും സംശയം ഒന്ന് കളയടോ സക്കീർ പാണ്ഡേ. സംശയം മനുഷ്യന്റെ ശത്രുവാണ്. അത് ബന്ധങ്ങൾ തകർത്തുകളയും. രാവിലെ നമുക്കൊരു സംശയം വന്നാ അത് രാവിലത്തെ ഭക്ഷണത്തെ വരെ ബാധിക്കും. എന്തേ സംശയണ്ടാ? ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്ത് എനിക്ക് നല്ല വിശപ്പുണ്ട് മച്ചാനെ. എനിക്ക് എന്തെങ്കിലും തരാമോ കഴിക്കാൻ? ഈ തീറ്റക്കാരെ മാത്രം പറയല എന്റെ സോർദാറെ. സോർദാർ? ആരാ സോർദാർ? ചോറ് തരൂ, കുറച്ച് ചോറ് കിട്ടിയിരുന്ന കഴിക്കായിരുന്നു. എന്തെങ്കിലും കഴിക്കണ്ട മച്ചാനെ. അയ്യോ, ദേ നമ്മുടെ ബോസ് വരുന്നുണ്ട്. എന്നിട്ട് അങ്ങേരെ ഇവിടെ കാണുന്നില്ലല്ലോ. ബോസിനെ കാണാൻ പറ്റില്ല, കേൾക്കാൻ മാത്രമേ പറ്റൂ. എന്താ, നിനക്ക് ഓർമ്മയില്ലേ? ഓടുന്ന സമയത്ത് ഇവന്റെ തലക്കൊരു തട്ട് കിട്ടി മച്ചാനെ. അങ്ങനെ ഇവന്റെ സ്ക്രൂ ഒരെണ്ണം ലൂസായി. ഒന്ന് ക്ഷമിക്കും മച്ചാനെ. ഞാൻ പെട്ടെന്ന് വന്നപ്പോ അമ്പരന്ന് പോയോ നിങ്ങൾ? വരേണ്ടി വന്നു. ഒരു സന്ദേശമുണ്ട്. എന്താ? നമ്മുടെ ഇടയിൽ സന്ദേശകനുണ്ട്. എന്തിനാ വെറുതെ കൺഫ്യൂസ് ആക്കുന്നേ? സന്ദേശമാണോ അല്ലെങ്കിൽ സന്ദേശകനാണോ? എടാ കഴുതേ, നമ്മുടെ ഇടയിൽ പോലീസിന്റെ സന്ദേശകനുണ്ടെന്നുള്ള സന്ദേശമാണത്. കഴുതെന്ന് വിളിച്ചു കൊച്ചലിയ. പോലീസിന്റെ സന്ദേശകനാണെന്നുള്ള കാര്യം ഇവര് തിരിച്ചറിഞ്ഞു. വേഗം ഓടിക്കോ. കണ്ടില്ലേ, എന്റെ സംശയം ശരിയായിരുന്നു. ഇവന്മാര് പോലീസിന്റെ ആൾക്കാരാ. പിടിക്കണവന്മാരെ.
ഇവനെ വിട്ടിട്ട് ബാക്കിയുള്ളവരെ പിടിക്കേ. ഞാൻ നോക്കിയേ പറക്കുന്ന അമ്പിളി മാമൻ. അതെ കൈയൊന്ന് മാറ്റിയാ തിരുമോന്തെന്ന് കാണട്ടെ. ഞങ്ങൾ ന്യൂസ് പേപ്പറിലെ തന്റെ ഈ മോന്ത കണ്ടിട്ടുണ്ട്. താനാ മുന്നേസേട്ടല്ലേ? അല്ലല്ല, ഞാൻ അയാളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓ അപ്പൊ ഞങ്ങൾ ലല്ലൻ ബബ്ബൻ ചുട്ടൻ പപ്പന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അയാൾ പറയാറുള്ളത് പേര് മുന്ന കഴിക്കും വേണ്ട, താമസിക്കാറുള്ളത് തൊപ്പെണ്ണ. ഞാനങ്ങനെ പറഞ്ഞായിരുന്നോ? ഇല്ല, താൻ പറഞ്ഞെന്നാ എന്തായാലും നന്നായി. ഞാൻ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിലേ അവരെന്നെ കളിയാക്കി ചിരിച്ചേനെ. താങ്ക് യു. വെൽക്കം വെൽക്കം. ഈ ആപ്പിള് കഴിച്ചോളൂ. താനൊരു കൂട്ടുകാരിയാണ്, കുഴിയിൽ വീണ കാട്ടാരിയാണ്. സത്യം പറഞ്ഞാൽ താനൊരു ഗുണ്ടേ അല്ല. ആണോ? അതെ, താനൊരു സാൻഡാണ്, സാൻഡ്. എല്ലാ വാടാ പൂച്ചേ, ഈ സാനിന്റെ പവർ കണ്ടോ നീ? ഓടിക്കോ. പിടിക്കവരെ. മുന്നാസിൻ, അതെ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുന്നാസേൻ. ആ മഞ്ഞപ്പൂച്ച എന്റെ മുഖം നേരിൽ കണ്ടു. അവൻ എന്റെ രഹസ്യം അറിഞ്ഞിരിക്കുന്നു. അവനെ ഉടനെ പിടിക്കണം. അവൻ ഒരിക്കലും പോലീസിന്റെ അടുത്ത് എത്തരുത്. ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ശരിക്കുള്ള ലല്ലനും പപ്പനും ചുട്ടനും ബപ്പനും ഒക്കെ എവിടെ? നിങ്ങളുടെ ബോസിന്റെ പേരെന്താണെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? താൻ ഞങ്ങളെ അടിക്കുന്ന ഓരോ അടിക്കും വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ബോസിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ തിരുമോന്ന് ഞാൻ അടിച്ചടിച്ച് റോസപ്പ് പോലാക്കും. താൻ വേണമെങ്കിൽ തല മുതൽ കാല് വരെ ചങ്ങലയിട്ടോ. പക്ഷെ തനിക്കോ തന്റെ ഈ സ്ഥലത്തിനോ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായ മച്ചാനെ? എന്റെ ആൾക്കാർ നിങ്ങളുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ബോസ് പിടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ജയിലിൽ ഇരുന്ന് അരിയാട്ടാൻ പറ്റുമല്ലോ. പോലീസ് ആക്കിയത് അരിയാട്ടാനാണെന്നുണ്ടെങ്കിൽ വല്ല മില്ലിലോട്ടും പോയപ്പോരെ. ഒന്നും മിണ്ടാതിരിക്കണ, ഇല്ലെങ്കിൽ കാണിയോടുള്ള ദേഷ്യം മുഴുവൻ ഞാൻ നിന്റെ മകനോട് തീർക്കും. ബോസിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിടക്കേണ്ടത് വരും. എനിക്കറിയാം ഞങ്ങൾ ഇവിടെ ബന്ദികളാണെന്ന്. അതേപോലെ തന്നെ ശിങ്കടികൾക്കും അറിയാം ഞങ്ങൾ ഇവിടെ ബന്ദികളാണെന്ന്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞങ്ങളുടെ കയർ പൊട്ടിക്കഴിഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ രക്ഷിച്ചു. ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ആര് രക്ഷിക്കും മച്ചാനെ? ഇവിടുന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെ ഇൻസ്പെക്ടർ പണ്ടെന്ന് വിളിക്കുന്നത് ചുമ്മാതെയല്ല മക്കളെ. അപ്പൊ പിന്നെ എങ്ങനെയാ വിളിക്കുന്നത്? അത് പിന്നെ വെറുതെ അല്ലാതെയാണ് വിളിക്കുന്നത്. അഥവാ വെറുതെ അല്ല വിളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പറഞ്ഞ വെറുതെ അല്ല വിളിക്കുന്നതെന്ന്? അങ്ങനെ വെറുതെ അല്ല വിളിക്കുന്നതെന്ന്. അങ്ങനെ അല്ലാതെ വിളിക്കുന്നേ. ഈ വെറുതെ ആരാ വിളിക്കുന്നതെന്ന് എന്നോട് ഒന്ന് ക്ഷമിക്കേ, എനിക്കൊരു തെറ്റ് വരെ പോയേ. അടിപൊളി മച്ചാനെ, നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പാർട്ടിയിൽ എത്തണം. ലോകത്തുള്ള ഡോണുകളെല്ലാം നാളെയല്ലേ കണ്ടുമുട്ടുന്നേ. അതിന് ഇത്ര ധൃതിയും തോന്നിനാ? ഓ എടാ കഴുതേ, ആ നാലെണ്ണം നമ്മുടെ താവളത്തിൽ ഇപ്പൊ എത്തിക്കാനും. അവന്മാരെ എത്രയും പെട്ടെന്ന് തടയണം. വേഗം വാ. നീയൊന്നും ഇങ്ങനെ നോക്കി നിൽക്കാതെ അവന്മാരെ വേഗം പിടിക്കടാ. പിടിക്ക്. വേഗം ഓടിക്കോ.
ഇതൊന്ന് നോക്ക്. എടോ ഇത് അവന്മാരല്ലേ ആ കൊച്ചി ഗാങ്. വേഗം വിളിച്ചോ. വേഗം വിളിച്ചോ. ഓടിക്കോ. ഓ ഇവന്മാരെ പിടിച്ച് താവളത്തിലേക്ക് കൊണ്ടുപോവാ. എടാ മരുമക്കളെ, ഞങ്ങളെ എന്തിനാ പിടിച്ചോണ്ട് പോകുന്നേ? പിന്നെ നിങ്ങളെ ആദരിച്ച് പൊന്നാടയൊക്കെ അണിയിച്ച് കുതിരവണ്ടി കൊണ്ടുപോകണമെന്നാണോ പറയുന്നത്? മിണ്ടായിരിക്കണം അവിടെ. കൊച്ചലിയ നമ്മളെ പിടിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ ഗോഡൌണിലേക്ക് പോവാം. എന്റെ മച്ചാനെ നമ്മളിപ്പോ അവിടെ നിന്നല്ലേ വന്നത്. പിന്നെ എന്തിനാ വീണ്ടും അങ്ങോട്ട് പോകുന്നേ? നമ്മുടെ പ്ലാൻ പൊളിഞ്ഞ കാര്യം ഇൻസ്പെക്ടർ പാണ്ഡെയോട് നമ്മൾ പറയണം. അതുകൊണ്ടാണ് വേഗം വാ. എടാ നീയൊക്കെ എന്തിനാണ് നമ്മളെ പിടിക്കുന്നേ? എടാ, എന്നാ ഇപ്പൊ വിട്ടേക്കാം. എന്റെ ഇവരിപ്പോഴും ആക്ട് ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഇവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ കാണും. ഞാൻ ഇപ്പോഴും ക്യാരക്ടറിലാണ്. ഫോക്കസ് ഹണി, ഫോക്കസ്. നിന്നെയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നു കണ്ടോ? ഡാ, എന്റെ കാല് കൊണ്ടൊരു തൊഴി കിട്ടിയാലേ നീ നേരെ പറന്നുപോയി എല്ലേശ്വരത്ത് പോയി വീഴും കേട്ടോ. നീലേശ്വരം കേട്ടിട്ടുണ്ട്. ഇത് ഏതാ ഈ എല്ലേശ്വരം? എടാ ഈ സക്കീർ പാണ്ഡയുടെ വീട് എല്ലേശ്വരത്താണെന്ന്. അതെന്തായാലും കൊള്ളാവല്ലോ. അപ്പോ നിങ്ങൾ നമ്മളെ പറ്റി റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? എടോ, താൻ ജനിച്ചത് എല്ലേശ്വരത്താണ്. തന്റെ അച്ഛൻ ജഗീർ പാണ്ഡെ ഒരു വലിയ ഗുണ്ടയായിരുന്നു. പിന്നെ തന്റെ അമ്മ ലക്കി പാണ്ഡെ പോക്കറ്റടിക്കാരി. അതിന്റെ ഇടയിൽ തന്നെ പോക്കി ഞങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ഞങ്ങളെയാണ് താൻ തല്ലാൻ നോക്കുന്നേ. ഒരു തവണ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. യൗമാരെ എല്ലടിച്ച് വെള്ളമാക്കണം. എടാ കഴുതകളെ, ഇത് നല്ല ഷാർപ്പാണ്. അത് ഇടിച്ച് വെള്ളമൊക്കെ പറ്റത്തില്ല. വാടാ, എങ്ങനെ വെള്ളമാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. വാടാ. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്റെ അമ്മേ, ഇത്രയും ശക്തിയാൽ അല്ലനും പപ്പനും ചുട്ടനും ബപ്പനും മാത്രമേ ഉണ്ടാവൂ. അയ്യോ എന്റെ നാട് കുടിക്കേ. ഇടാ വിട്ടോടാ. എടാ നിങ്ങടെ അവിടെ ഞങ്ങളുടെ രണ്ടെണ്ണം കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായത്. ഞങ്ങള് നിങ്ങളുടെ ഗ്യാങ് തന്നെയാണ് കുമാരി. പോലീസുകാർ അയച്ചവന്മാർ ഓടിപ്പോയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെയാണ് പിടിച്ചത്. എന്താ നോക്കി നിൽക്കുന്നേ? ആ 4 പേരെയും പിടിച്ചോണ്ട് വാ. നമുക്ക് നാളെ തന്നെ പോയി ആ ഡയമണ്ടിന്റെ ഡീൽ നടത്തണം. അല്ല, അതിനെപ്പറ്റി നിനക്കെങ്ങനെ അറിയാം? എടാ മറക്കരുത്, കഴിഞ്ഞ ആഴ്ച ഒരു സായിപ്പിന്റെ ഫോൺ വന്നത് നിനക്ക് ഓർമ്മയില്ലേ? പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എവിടെയായിരുന്നു? നമ്മൾ ജോൺപൂരിലായിരുന്നില്ലേ? അതെ, നിങ്ങൾ എന്തിനാ ഞങ്ങളെ നോക്കി നിൽക്കുന്നേ? ആ 4 പേര് എവിടെ നിന്ന് കണ്ടുപിടിക്ക്. ചിലപ്പോ അവരാ ഡോൺസിന്റെ പാർട്ടി നശിപ്പിച്ചേക്കും. ഇവിടെ നിന്നല്ലേ നമ്മ രക്ഷപ്പെട്ടത്. പിന്നെ എന്തിനാണ് അവൻ അച്ഛന്മാർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നത്? അയ്യോ, ഇങ്ങനെ ബോധമില്ലല്ലോ. കല്ലന്റെ പപ്പന്റെ ചുട്ടന്റെ പപ്പന്റെ അടി കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരുത്തനും ബോധം ഉണ്ടാവില്ല.
അയ്യോ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ദാ നീരുണ്ട്. എന്റെ മച്ചനെ അടി കിട്ടിക്കഴിഞ്ഞ പിന്നെ നീരുണ്ടാവില്ലേ? അല്ലാതെ ചുവന്ന റോസാപ്പൂനെ പോലെ ഒന്നും വിരിഞ്ഞൊന്നും നിൽക്കൂലല്ലേ? എടാ നീ ഇപ്പൊ എന്തിനാ ഈ സ്ലാങ് ഇവിടെ പറയുന്നേ? ഇത് ഞങ്ങളുടെ സ്ലാങ്ങാ, ഇതല്ലാതെ വേറെന്ത് പറയാനാണ്? പക്ഷെ നിങ്ങളുടെ സ്ലാങ്ങിന് നല്ല വ്യത്യാസം ഉണ്ടല്ലേ? എടാ നീയോ? എടാ, ഈ കഴുതയുടെ കാര്യം വിട്, നമുക്ക് വേഗം പോലീസിനെ വിവരം അറിയിക്കാം. അല്ല നമ്മൾ ഓടിപ്പോയ കാര്യം തന്നെ നിങ്ങൾ പോലീസിനെ അറിയിക്കുന്നേ? ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അയ്യോ ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കാനാണെങ്കിൽ പിന്നെ പഞ്ഞിക്കിട്ട് എന്തിനാ? എന്റെ പൊന്നു ചെങ്ങായി, നിന്റെ ബുദ്ധി അല്ലെങ്കിലേ കുറവാണ്. അതുകൊണ്ട് അത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോ അത് പെട്ടെന്ന് തീർന്നു പോകും. ആ എന്നാ പിന്നെ നീ വേഗം വിളിക്കേ. ഹലോ, കമ്മീഷണർ സാറല്ലേ? പാണ്ഡ സാറിന് ഒരു അപകടം പറ്റി. ഞാൻ ലൊക്കേഷൻ അയക്കാം. വേഗം ടീമുമായിട്ട് ഇങ്ങോട്ട് വായോ. എടാ മരമാക്രി, നീ എന്തിനാ കമ്മീഷണറെ ഫോൺ ചെയ്തേ? എടാ മിണ്ടാതിരുന്നാൽ നമ്മളൊക്കെ പിടിക്കപ്പെടില്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങളോ? സാറിന്റെ ഈ മുഖം കണ്ടാൽ ഞങ്ങളെ ആദ്യം കാണുന്നത് പോലെ ഉണ്ടല്ലോ. അതെല്ലോ, നിങ്ങളെ ആദ്യമായി കാണുന്നത് ഇപ്പോഴാ. സമയം വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അത് പാഴാക്കരുത്. കൃത്യസമയത്ത് ഇൻസ്പെക്ടർ പാണ്ഡെ ഹോസ്പിറ്റലിൽ എത്തിക്കൂ. ഈ സമയം വെറുതെ കളഞ്ഞാൽ പിന്നീട് അത് ചീത്ത സമയമായി മാറും. സംശയമുണ്ടോ? ഈ ലല്ലനെയും പപ്പനെയും ചുട്ടനെയും ബപ്പനെയും പിടിക്ക്. അയ്യോ അല്ലല്ല, അവര് ഞങ്ങളല്ല. വേണമെങ്കിൽ ഇൻസ്പെക്ടർ പാണ്ഡെയോട് ചോദിക്കേ. അതിന് ഇയാളിനി എന്താ പറയാനാ? ഇയാളെ നമ്മളെല്ലാരും കൂടി ചേർന്ന് ഇടിച്ച് പഞ്ഞിക്കിട്ടതല്ലേ? കേട്ടില്ലേ? പിടിക്കവുമാരെ. എടാ അത് ശരിക്കും പോലീസുകാരാണ്, അടിക്കരുത്. എന്തോന്ന് അടിക്കില്ലെന്ന്? അതിന് പഠിച്ചാ എന്താ? ഇവൻ നമ്മളെ ഇളയപ്പട കൊച്ചപ്പട മൂത്ത പോണതല്ലേ? കമ്മീഷണർ സാർ, ഒറിജിനൽ അല്ല വ്യാജനാണെന്ന് കരുതി നിങ്ങൾ വലിയൊരു തെറ്റാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈവിട്ട ആയുധമാണെങ്കിലും വാവിട്ട വാക്കാണെങ്കിലും രണ്ടും ഒരു കാരണവശാലും തിരിച്ചെടുക്കാനാവില്ല. സംശയമുണ്ടോ? ഏയ്, വെറുതെ പോപ്പട്ടിനെ പോലെ സംസാരിച്ച് എന്നെ വെറുതെ ഭ്രാന്തനാക്കണ്ട. ഓടിക്കോ. പിടിക്കവുമാരെ. ഒരുത്തൻ പോലും രക്ഷപ്പെടാൻ പാടില്ല. കുപ്പയിലെ മാണിക്യം പതിയെ പതിയെ പ്രകാശിക്കും. തനിക്കെന്താണോ ബുദ്ധിയൊന്നും ഇല്ലേ? ഈ കുപ്പയിൽ കിടക്കുന്ന മാണിക്യത്തിന് പെട്ടെന്ന് പ്രകാശിച്ച എന്താ കുഴപ്പം? ഇത് കോഡ് വേർഡാണ്. ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയും ഇരിക്കും. ഓക്കേ, ഇതാ നിങ്ങൾക്കായുള്ള ഡയമണ്ട്.
ഇത്രയും കാശോ? ഇതൊരുപാട് ഡയമണ്ട് ഉണ്ടല്ലോ. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള പണിയാണ് പോപ്പട്ടെ. ഡാ, എന്നെ പോപ്പെട്ടെന്നെങ്ങനെ വിളിച്ചോണ്ടല്ലോ അടിച്ചിന്റെ കരണ കുറ്റി പൊട്ടിച്ചുകളെ കേട്ടോടാ. എന്റെ പേര് ചുട്ടൻ എന്നാ, ചുട്ടൻ. ഓ, ശരിക്കുള്ള പേര് പറയാൻ പാടില്ലല്ലേ. നമ്മൾ ഇപ്പോഴും ക്യാരക്ടറിലാണ്. ഫോക്കസ് ഹണി, ഫോക്കസ്. ഇത് തെറ്റാണ്. സ്മഗ്ലറായിട്ട് ആക്റ്റീവ് ആണ്. പക്ഷേ സ്മഗ്ലിംഗ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ മരത്തലേ, നീ എന്തോ ഈ കാണിച്ചേ? നമ്മൾ ഈ പൈസ സാഹിബിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? ഇനി ഇപ്പൊ പൈസയും ഡയമണ്ടും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ. ഇവൻ വെറും ഒരു മണ്ടനാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇവൻ ഇത് ഡബിൾ ഓഫർ ആക്കി തന്നല്ലോ. ആ ബംഗ്ലാവിൽ പോവാം. ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് ബംഗ്ലാവിലേക്ക് പോണത്? നമുക്ക് പൈസ കിട്ടിയില്ലേ? അതിനിപ്പോ എന്തോ ചെയ്യണം? ഈ പൈസ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതവിടെ കൊടുക്കണമെന്നാണോ? അതിന് നമ്മൾ എന്തിനാ പിടിക്കുന്നത്? നമ്മൾ അവർക്ക് വേണ്ടി തന്നെയല്ലേ പണിയെടുക്കുന്നത്. നിന്റെ മണ്ടത്തരം മാറിയില്ലേ? നമ്മൾ ബോസിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ബംഗ്ലാവിലോട്ട് വാടാ. കൊച്ചളിയൻ എല്ലാരെയും പിടിച്ചതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന തോന്നുന്നേ. നീ ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ പണി. അതുകൊണ്ടാ ഒരു പ്രോബ്ലത്തിൽ ഞാൻ പെടാത്തത്. അതെ ചേട്ടാ, വല്ലാതെ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. നല്ല ഒന്നാമത് ഇടിയപ്പുണ്ട്, കഴിക്കുന്നോ? എന്നാ ശരി, 4 പേർക്കും ഓരോ പ്ലേറ്റ് വെച്ചെടുത്തോ. ഓടിക്കോ. എടാ, ഇത് കഴിച്ചിട്ട് ഓടാന്നെ കുറച്ചുകൂടി എനർജി കിട്ടുമല്ലോ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ കഴിക്കുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാ. സംശയമുണ്ടോ? വേഗം കെട്ടിടത്തിന്റെ മുകളിൽ കയറ്. ഇനിയിപ്പോ ഒന്നും നടക്കില്ല. ഇതിപ്പോ സമയവും സന്ദർഭവും എല്ലാം അവർക്ക് അനുകൂലമാണ്. പിന്നെ നമ്മളെ പിടിക്കാനുള്ള മൂടും അവർക്കുണ്ട്. സംശയമുണ്ടോ? എടാ, പക്ഷെ നമ്മളെ പോലെ ബുദ്ധിയില്ലല്ലോ. ഞാൻ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾ അതേപോലെ ചെയ്യ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പേ നിങ്ങളൊന്ന് തൊട്ട് കാണിക്കേ. ഞങ്ങളുടെ പുറകെ തന്നെ ഞങ്ങളുടെ ഫുൾ ഗ്യാങ്ങും ഉണ്ട്. അതെ, വെറുതെ പോലീസുകാരോട് ഏറ്റുമുട്ടണ്ട, നമുക്ക് പോയേക്കാം. വാടാ. എടാ, ഇവന്മാർ ഒരുപാട് പേരുണ്ടല്ലോ. നമുക്ക് പോട്ടെ. നമ്മുടെ ഫോഴ്സിനെ കൂട്ടി ഇങ്ങോട്ട് വന്നാ അല്ല, ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നേ? മച്ചന്മാർക്കാർക്കൊന്നും പറ്റിയില്ലല്ലേ? ഇവിടെ ഇൻസ്പെക്ടർ പാണ്ഡ അഡ്മിറ്റ് ആണ്. അദ്ദേഹത്തിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. സാധാരണ മരത്തല എന്ന് വിളിക്കുന്നത് എന്നെയാണ്. ഇപ്പൊ എന്നെക്കാളും വലിയ മരത്തലമാര് നിങ്ങളാണ്. എടാ, നമ്മളെ കുറിച്ച് ശരിക്കും അറിയാവുന്നത് അയാൾക്കാണ്. എടാ തീറ്റപ്രാന്ത, അയാൾക്കെല്ലാം അറിയുന്നത് നമുക്കറിയാല്ല. അപ്പൊ പിന്നെ അവര് ഈസി ആയിട്ട് നമ്മളെ പിടിക്കില്ലെന്ന്. ഇനി നീ ബുദ്ധി എന്ന കടലിന്റെ അടുത്ത് പോയി നിന്നാ പോലും അതിലെ ഒരു തിരമാല നിന്നെ തൊട്ടു പോലും നോക്കില്ല. സംശയമുണ്ടോ? അപ്പൊ ലോകത്ത് ബുദ്ധി കൊണ്ടുള്ള കടലുണ്ടാ? നമ്മൾ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് സിഗ്നൽ കൊടുക്കണം. എടാ, 4 പേരും ഇൻസ്പെക്ടർ പാണ്ഡയെ ആക്രമിക്കാൻ വന്നിരിക്കുക. പിടിക്കടാ അവന്മാരെ. എന്തുവാടാ നോക്കിയിരിക്കുന്നേ? വേഗം അവന്മാരെ പിടിക്കാൻ നോക്ക്. വീണ്ടും പോലീസോ? ഓടിക്കോ.
ഒരു വിധത്തിലാ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. എടാ കഴുതകളെ, എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഇതാ പോലീസുകാരുടെ സ്ഥലമാണ്. മനുഷ്യർ ആരെങ്കിലും അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മുക്കിലും മൂലയിലും വരെ അന്വേഷിക്കും. പക്ഷെ അവർ ഒരിക്കലും അവർ താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിക്കാറില്ല. സംശയമുണ്ടോ? എനിക്ക് ലേശം സംശയമുണ്ട്. ഇപ്പൊ ഒരു ആവശ്യമില്ലാതെ നീ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത് എന്റെ ചുട്ട? എന്റെ ഹണി, അവൻ എപ്പോഴും അങ്ങനെ തന്നെ സംസാരിക്കാറുള്ളത്. നീ അത് ഈ സ്ലാങ്ങിൽ സംസാരിക്കുന്നത് നിർത്ത്. ഞങ്ങളുടെ സ്വന്തം സ്ലാങ് ആണ്. കൂടുതൽ ചൊറിഞ്ഞാണ്ടല്ല, അടിച്ചൊതുക്കി അലക്കി വെളുപ്പിച്ചെടുക്കും ഞാൻ. ലല്ലൻ എന്റെ പേര്, ലല്ലൻ. നീ പ്രേതമാണ്, ഭൂതമാണ്, യക്ഷിയുമാണ്. പക്ഷെ നീ ലല്ലനല്ല. അപ്പൊ പിന്നെ ഞാൻ ആരാ? നീ ഹണിയാണ്, ഹണി. എന്റെ പൊന്നു മച്ചാൻ, ഈ ഹണി ആരാണ്? അല്ല, നിങ്ങൾക്കൊക്കെ എന്താണ് വല്ല പ്രാന്തമുണ്ടാ? നേരത്തെ ആണെങ്കിൽ ആ ഇൻസ്പെക്ടറിനെ അടിച്ചൊതുക്കി ബോധം കടത്തി വിട്ട് ഇപ്പഴേ സ്വന്തമായിട്ട് പോലീസിനെ ഫോണും ചെയ്ത്. എന്താ ഇവന്റെ ചെവിക്കൽ നോക്കി എന്നെ ഒരെണ്ണം വെച്ചു കൊടുക്കട്ടെ? നിങ്ങൾ ഈ സ്ലാങ്ങോട്ട് കുറെ നേരം കളിക്കുന്നത്. ഇവിടെ നിന്ന് ഇടക്കിടക്ക് ഒളിച്ചോടും. പിന്നെ നമ്മുടെ താവളത്തിന് പകരം തിരിച്ച് ഇവിടെ തന്നെ എത്തുന്നുണ്ട്. 2 ദിവസമായിട്ട് ഓടി ഓടി മനുഷ്യന്റെ കാല് തേഞ്ഞിട്ടാ. നിങ്ങൾ എന്തുട്ടാ കുമ്പാരി നോക്കി നിൽക്കുന്നേ? ഇന്ന് നമ്മുടെ ഏരിയയിൽ പാർട്ടിയല്ലേ? ലോകത്തുള്ള ഡോൺസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. നമ്മുടെ ബോസോടെ എത്തിക്കാണെന്ന്. നമ്മ ടൈമിന് അവിടെ എത്തില്ലെങ്കിൽ ബോസിന് ദേഷ്യം വരോട്ടാ. അപ്പൊ ബോസ് അവിടെ എത്തുമല്ലേ? എടാ, ബോസ് തന്നെയാണ് എല്ലാരും വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അവിടെ വരാതിരിക്കോ? ഇവിടെ നിന്ന് ഒളിച്ചോടി നമ്മുടെ താവളത്തിലെത്തിയതിനു ശേഷം നിങ്ങൾ എന്താണ് ഈ വായിത്തൊന്നൊക്കെ പിച്ചും പെയ്യും പോലെ പറയുന്നേ? എന്റെ അമ്മേ, അപ്പൊ അവിടെ 4 ഗാങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഹണിക്ക് പകരം ഇവനെയാണോ കൊണ്ടുവന്നേ? നിങ്ങൾ എന്തൊട്ടാ മച്ചാനെ ചിന്തിച്ചു കൂട്ടുന്നേ? അതൊന്നുമില്ല എന്റെ കൂമ്പാരി, നീ പറഞ്ഞത് ശരിയാണ്. ബോസിന് ദേഷ്യം വന്നാ പോക്കാം. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പാർട്ടിക്ക് പോവാം. What a nice party. I love it. ഇത് കൊള്ളാലോ. വിദേശത്തെ ഗുണ്ടകളെ പോലെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നേ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ ആവാം അല്ലേ? എന്താണ് മച്ചാന്മാരെ, ഞങ്ങൾക്ക് പകരം ഇവിടെ വന്ന് ഡോണായിട്ട് അടിച്ചു പൊളിക്കുകയാണല്ലേ? ഏയ്, നീയൊക്കെ ആരടാ? നീയൊക്കെ ആരാടാ? താൻ അഴിക്ക് ചാലാണ്, നിന്നുപോയ ശ്വാസമാണ്. സത്യം പറഞ്ഞ താങ്കൾ ഒരു ബോസേ അല്ല. എന്താ പറഞ്ഞേ? ആ, താൻ വെറും ഫ്യൂസ് ആണ്, ഫ്യൂസ്. ഇപ്പോഴാണെങ്കിൽ ഈ 4 പേര് ചേർന്ന് തന്റെ ഫ്യൂസ് ഒരിയെടുത്തു. എന്ന് വെച്ചാ ഈ 4 പേരും തന്നെ മണ്ടന്മാരാക്കിന്ന് താൻ അത് ആവുകയും ചെയ്തു. ബുദ്ധി എന്ന് പറയുന്നത് ഐസ് കട്ട പോലെയാണ്. പെട്ടെന്ന് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വൈകാതെ ഉരുകി ഒലിച്ചു പോവും. സംശയമുണ്ടോ? ദാ എന്നെ പോലെ വേഷം കെട്ടിയിട്ട് നിന്ന് ജ്ഞാനം വിളമ്പുന്നോ? അടിച്ചോടിക്കണവന്മാരെ. മച്ചാനെ, എന്തിനാടാ നോക്കി നിൽക്കുന്നേ? നിന്റെയൊക്കെ ചെവിയിൽ വല്ല ഈ ഒരുക്കി ഒഴിച്ചിരിക്കാണോ? അടിക്കണവന്മാരെ. അയ്യോ, അതിപ്പോ എങ്ങനെ അടിക്കാതാ? ഏതാ വ്യാജൻ ഏതാ ഒറിജിനൽ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഒരു കാര്യം പറ, ഞങ്ങളുടെ പുറത്ത് കാളയുടെ കൊമ്പും കൊണ്ടുണ്ടായ മുറിവുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, പുറത്ത് പാടിട്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ ഒറിജിനല്ല. ആ അടയാളമാണെങ്കിൽ എന്റെ പുറത്തും ഇല്ല. ദാ ഒന്ന് നോക്കിക്കേ. സാഹചര്യം എന്നത് ശരീരം പോലെയാണ്. അവിടെ അടയാളം പോലും ബാക്കി കാണില്ല. ജലദോഷം പോലും അന്നേരം വലിയ ദോഷമായി മാറും. എന്താ സംശയമുണ്ടോ? നോക്ക്, പിടിക്കപ്പെട്ടില്ലേ? ഇങ്ങനെയുള്ള ഡയലോഗുകളൊന്നും നമ്മ പറയാറില്ല. ഇതുപോലെ തെളിവായിട്ട് ദാ നോക്കിയേ, അവനവിടെ മഷ്റൂം കഴിക്കുന്നത് കണ്ടോ? എനിക്കാണെങ്കിൽ ഇത് കഴിച്ചാൽ അലർജി ആകും. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, അവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. അടിക്ക്. ഇനിയിപ്പോ ഒറിജിനലിനെ എങ്ങനെയാ കണ്ടുപിടിക്കുക?
രൂപ ഒരേപോലെ ആയിരിക്കും, പക്ഷെ ശക്തി ഉണ്ടാവില്ല. ഇന്ന് മുമ്പ് ഇവനെ ഇടിച്ചടിച്ച് സാലഡ് ആക്കി മാറ്റും. ടൈം പ്ലീസ്. സ്വന്തം മുഖച്ചയുള്ള ഒരാളെ ഇടിക്കാനേ പാടില്ല. ഞാൻ അങ്ങനെ തന്നെയാ. വാ, നമുക്ക് പോയി മറ്റുള്ളവരെ ഇടിക്കാം. വാ. നീ എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നേ? ആ ലല്ലനെ ഇടിക്ക്. ഇടക്കഴുതേ, നമ്മൾ എന്തിനാ വെറുതെ അന്യോന്യം ഇടിക്കുന്നതെന്ന്? നീ അപ്പൊ ഹണിയല്ലേ? അല്ലേ അല്ല. എന്നാ പിടിക്ക്. നീ സോർദാറിനെ ഇരിക്കുവല്ലേ? ഇന്നാ പിടിച്ചു. എന്റെ അമ്മേ, എടാ സോർദാറേ, ഞാൻ ഹടിയാണ്. നീ എന്തിനാണ് എന്നെ അടിക്കുന്നേ? എന്നെ വിട്, എന്നെ വിടാൻ. നീയൊക്കെ ഈ ലല്ലന്റെ ദേഹത്ത് കൈവെക്കോലടാ. എടാ മരമക്രി, നമ്മുടെ ആൾക്കാരെ നീ എന്തിനാ ഇങ്ങനെ അടിച്ച് പഞ്ഞിക്കിടുന്നേ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാൻ? ഇതിപ്പോ ശരിക്കുള്ളതും ഡ്യൂപ്ലിക്കേറ്റും കണ്ടാ തിരിച്ചറിയോ? അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും അടിക്കുന്നേ. നിർത്ത്. ഇതാണ് ഒറിജിനൽ, അതോ ഇതാണ് ഒറിജിനൽ? ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഒറിജിനൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ്, ഇത് ഒറിജിനൽ. ഒറിജിനൽ ഏതാ, ഡ്യൂപ്ലിക്കേറ്റ് ഏതാ? കൊള്ളാം ബോസേ, അടിപൊളിയായിട്ടുണ്ട്. വേഗം പിടിക്കാമാരെ. എടാ മരമണ്ട, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ബോസിന് സ്വന്തം ഗ്യാങ്ങിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? എന്റെ സോർദാറേ, ഈ ഡ്യൂപ്ലിക്കേറ്റ് കാരണം മൊത്തത്തിൽ കുഴഞ്ഞിരിക്കുവാണ്. ഞാനും ഇയാള് മുന്നാസായിട്ടാണെന്നാ വിചാരിച്ചേ. എന്റെ അമ്മേ, ഇത് മുന്നേ സെറ്റ് തന്നെയാണല്ലോ. എടാ സഖിയെ, ഇത് നമ്മുടെ ബോസാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോ ഞങ്ങൾക്കും കൂടി അറിയാം, അല്ലേ ബണ്ണി? ആ എന്റെ പേരാണ് മുന്ന, കഴിക്കും വെണ്ണ, സ്ഥലം തൊപ്പണ്ണ. ഇത് വ്യാജനാണ്. ഇവൻ എന്റെ രഹസ്യമെല്ലാം അറിഞ്ഞു. ഒരുത്തനെ വെറുതെ വിടരുത്. ആണെങ്കിൽ പോരുത്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കളഞ്ഞാൽ. ഷൂട്ട് ചെയ്യാൻ ഇനി ക്യാമറ ഒക്കെ വേണ്ടേ? തൽക്കാലം ഇവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ജയിലിൽ ഷൂട്ട് ചെയ്തു. താങ്കൾക്ക് എന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാനിവിടെ സാറേ, ഇയാളാണ് ഈ ഗ്യാങ്ങിന്റെ ബോസ്. കൂട്ടുകാരനായി വന്ന് ചതിക്കുകയായിരുന്നല്ലേ? ഇനി താൻ ജയിലിൽ കിടന്ന് കമ്പി എഴിയണം മുന്ന. എന്റെ പേര് മുന്ന, കഴിക്കും വെണ്ണ. ഇനി താമസിക്കാൻ പോകുന്നത് ജയിലിലാണ് അണ്ണാ. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല, ഇവരുടെ ഗ്യാങ് ഇപ്പൊ ഏതായാലും പിടിക്കപ്പെട്ടില്ലേ? കൂടാതെ ഇത്ര ഇന്റർനാഷണൽ ഡോൺസും ഉണ്ടല്ലോ. സാർ, ഇവരൊക്കെ പിടിക്കപ്പെട്ടില്ലേ? ഇനിയെങ്കിലും എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ സാർ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇനി ഞാൻ കമ്മീഷനിൽ നിന്ന് DIG ആയി മാറും. അപ്പൊ എനിക്ക് എന്താണ് സാർ കിട്ടുക? അനുഗ്രഹം കിട്ടും. ഇൻസ്പെക്ടറായി തന്നെ തുടരൂ. അതോടൊപ്പം സത്യസന്ധമായി ജോലി ചെയ്തോളൂ.